ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. നാത്തും വീട്ടിൽ വന്നാൽ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നാൽ നമുക്കൊരു കറങ്ങാൻ പോക്ക് മസ്റ്റ്. കറങ്ങാൻ പോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വെറുതെ ദൂര സ്ഥലത്തൊക്കെ പോകുന്നത്. അങ്ങനെയല്ല, നമ്മളെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെറുതെ തണ്ടി തിരിഞ്ഞിങ്ങ് പോരാ. അതന്നെ പറ്റും. അന്ന് കുറച്ച് ദിവസമൊക്കെ പനിയായതുകൊണ്ട് ഇങ്ങോട്ടും പോകാനില്ല. പനിയൊന്നും മാറിയാലും നമ്മൾ വിചാരിച്ച് നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം. വൈകുന്നേരം ഇറങ്ങിയതാട്ടാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട് ഒരു ഗ്രാമപ്രദേശാട്ടാ. ഒരുപാട് വയലും പുഴയും മലയും കുന്നും ഒക്കെ ഉള്ളൊരു അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മൾ ഈ വയലിൻ്റെ അടുത്തുള്ള ഷൈജൂസ് തട്ടുകടയിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. തിരിച്ച് പോരാൻ നോക്കുമ്പോൾ നമ്മൾ ചേരാപുരത്ത് പള്ളീൻ്റെ മുമ്പ് കൂടിയിട്ടാണ് പോവുക. നമ്മുടെ നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ് ഈ ചേരാപുരത്ത് പള്ളി. വളരെ പ്രസിദ്ധമായ ഈ പള്ളി നാട്ടിൽ മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, ധാരാളം മുസ്ലിംസും കുട്ടനെയും തേങ്ങയും അങ്ങനെയൊക്കെ ആയിട്ട് നേർച്ചയൊക്കെ കൊടുക്കുന്ന ഒരു പള്ളി കൂടിയാണിത്. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ പുതുക്കി പണിയൊക്കെ ചെയ്തതാണ്. ഇതിൻ്റെ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു എൻട്രൻസിലൂടെ എത്തിപ്പെടുന്നത് പള്ളീൻ്റെ മുൻഭാഗത്തേക്കല്ല, ബാക്ക് സൈഡിലോട്ടേക്കട്ടെ ഈ ഒരു എൻട്രൻസ് എത്തിപ്പെടുന്നത്. ഇവിടെ ഒരുപാട് മഹാത്മാക്കളെ ഖബറുണ്ട് കേട്ടോ. ഞാനിവിടെ സെക്കൻഡ് ടൈം ആട്ടാ വന്നത്. അപ്പോൾ റോഡൊന്നും പണിയൊന്നും കഴിയാത്ത വേറൊരു വൈക്ക് കൂടിയാണ് വന്നത് ഹസ്ബൻഡിൻ്റെ ഒപ്പം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ഖബറുണ്ട് കേട്ടോ ഈ പള്ളിയിലേക്ക്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് ഈ മക്ബറയിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ഔലിയാൻ്റെ മക്ബറ ഉണ്ട്. ഈ പള്ളിയെക്കുറിച്ച് നാട്ടിലുള്ള ഒരു ഹിന്ദു സഹോദരനോടോ സഹോദരിയോടോ ചോദിച്ചാൽ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും കേട്ടോ. ഞാൻ ഇവിടുത്തെ കാര്യം അല്ലാത്തത് കൊണ്ട് എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനറിയില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല. നേർച്ചയാക്കിയിട്ട് കല്യാണത്തിന് മഴ പെയ്തിട്ടില്ല, പെണ്ണിനെ ശരിയായി, ചെക്കനെ ശരിയായി, അവിടെ അത് നേർച്ചയാക്കി എന്നൊക്കെ ഒരുപാട് ഹിന്ദു സഹോദരന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുറ്റത്ത് വേറൊരു തങ്ങൾ ഉസ്താദിൻ്റെ ഒരു ഖബറും ഉണ്ട്. പിന്നെ ധാരാളം മഹാത്മാക്കളുടെ ഖബറൊക്കെ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചേരാപുരത്ത് ഔലിയാൻ്റെ മക്ബറ. യാസീൻ ഖുറാസൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓദിപ്പിക്കുകയൊക്കെ ചെയ്യാം അടുത്ത ഉസ്താദിനെ വിളിപ്പിച്ചിട്ട്. പിന്നെ ഇവിടെ ഒരുപാട് മൊയിലാർ കുട്ടികളുണ്ട് കേട്ടോ. ദർസ് പഠിക്കുന്നു അങ്ങനെ ഞാൻ തോന്നി. ഞങ്ങൾ ചെന്നപ്പോൾ കുറേ കുട്ടികളെ കാണുകയും ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ചേരാപുരത്തെ പള്ളി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോന്നാണ്. നമ്മൾ മെയിനായിട്ട് ഇറങ്ങിയത് ഒരു ചായ കുടിക്കാനാണ്. അപ്പോൾ നമ്മൾ ആ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ പിന്നെ കുറച്ച് പോയിട്ട് തിരുവള്ളൂർ റോഡ് ഒരു ചായക്കടയുണ്ട്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി അടുത്ത പോകും. ഇന്ന് തന്നെ ഇറങ്ങിയ വേറൊരു കാരണം കൂടിയുണ്ട്. നാളെ അവൾ അങ്ങ് പോകാമെന്ന് കേട്ടോ. കുറച്ച് ദൂരെയാണ്, പൂനൂരാന്ന്. ഇനി അടുത്ത കൊല്ലം എങ്ങാനും അവൾ വരും. അടുത്ത കൊല്ലോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എങ്ങാനും വരും. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയതാണ്. എൻ്റെ മക്കളെ ഞാനും മോനോളും സൈഡാക്കിയിട്ടാണ് ഇറങ്ങിയത്. മുട്ടായി കൊണ്ട് തരാമെന്നുള്ള പറഞ്ഞ് ചാക്കിട്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ പോകുന്ന സ്ഥലം, തിരുവള്ളൂർ റോഡ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വയലും തെങ്ങും തോപ്പും വായത്തോപ്പും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം. ഇതിൻ്റെ അവസാനത്തിലാണ് കേട്ടോ ഈ തട്ടുകട ഉള്ളത്. ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ നോട്ട് ചെയ്ത് വെച്ചാണ്, കുറേ ആയി പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നാട്ടോ അവസരം കിട്ടിയത്. 2 സൈഡിലും നെൽപ്പാടങ്ങളും നടുവിലൂടെ നല്ലൊരു റോഡും ചെറിയ കാറ്റും നല്ലൊരു അന്തരീക്ഷം കേട്ടോ. വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു സുഖമാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എത്തിയത് ഇവിടെയാണ് കേട്ടോ. ചെറിയൊരു തട്ടുകടയാണ്. നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഇരുന്നാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഴുന്നേറ്റ് പോരാൻ തോന്നില്ല. അത്രയ്ക്ക് സൂപ്പർ സ്ഥലം. ആ ചേട്ടൻ പറഞ്ഞത് ആൾക്കാർ ചായ കുടിച്ചിട്ട് ഈ കാറ്റും ആസ്വദിച്ചിരുന്നിട്ട് എഴുന്നേറ്റ് പോകാത്തോണ്ട് കസേരയുടെ എണ്ണം കുറച്ചതാണ്. അപ്പോൾ ഞാനും കുറച്ചധികം സമയം ഇരുന്ന് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊക്കെ വന്നിട്ടില്ല. വൈകുന്നേരം നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.